നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ലോകമെന്നും ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഏവർക്കും എൻ്റെ ക്രിസ്മസ് ദിന ആശംസകൾ. കേരളത്തിൽ പുതിയ വ്യക്തിഗത രേഖ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ജനങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ പരിഹരിക്കാനാണ് ഈ നീക്കമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഫോട്ടോ പതിപ്പിച്ച നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകാനാണ് തീരുമാനം. ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുന്ന ആളാണോ, സ്ഥിരതാമസക്കാരനാണോ, ആരുടെ മുന്നിലും അനായാസം തെളിയിക്കാൻ പ്രാപ്തനാക്കുന്ന തരത്തിലുള്ള കാർഡായിരിക്കും ഇത്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടാൻ വിധക്കമുള്ള നിയമ പിൻബലത്തോടു കൂടിയുള്ള ആധികാരിക രേഖയായിട്ടാവും നേറ്റിവിറ്റി കാർഡ് നൽകുകയെന്നും മുഖ്യമന്ത്രി വിവരിച്ചു. കേരളത്തിൽ പുതിയ വ്യക്തിഗത രേഖ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രഖ്യാപനം അപകടകരമായ വിഘടനവാദ രാഷ്ട്രീയത്തിൻ്റെ ഉദാഹരണമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഭരണഘടനാനുസൃതമായ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് നടത്തുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തെപ്പറ്റി തെറ്റിദ്ധാരണയും ഭയവും പരത്തുന്ന മുഖ്യമന്ത്രി ആ സ്ഥാനത്തിന് യോഗ്യനല്ലെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേക തിരിച്ചറിയൽ രേഖ നൽകാനുള്ള നീക്കത്തെ നിയമപരമായി പ്രതിരോധിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കരോൾ സംഘങ്ങളെ ആക്രമിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ദേശത്ത് വർദ്ധിച്ചു വരികയാണെന്നും രാജ്യത്തും ലോകത്തും ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിക്കുന്നുവെന്നും ക്ലിമീസ് കാത്തോലിക്ക ബാവ ഭ്രാന്ത് കൊണ്ട് വെറുപ്പുണ്ടാക്കുന്നവർ എന്താണ് പറയേണ്ടതെന്നും അവരുടെ ഹൃദയങ്ങൾക്ക് വെളിച്ചം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്നും ഭയമില്ലാത്ത സന്തോഷത്തിൻ്റെ നല്ല അനുഭവത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാമെന്നും ക്ലിമീസ് ബാവ പറഞ്ഞു. ക്രിസ്മസ് ആഘോഷങ്ങളെ കടന്നാക്കുന്നതിന് പിന്നിൽ സംഘപരിവാർ ശക്തികളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉത്തരേന്ത്യയിലും പാലക്കാട് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുണ്ട ആക്രമണത്തിനെതിരെയാണ് കടുത്ത പ്രതിഷേധം ഉയരുന്നത്. കേരളത്തിൽ ഇത്തരം ശക്തികൾ തലപൊക്കുന്നത് അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ചില സ്കൂളുകൾ ക്രിസ്മസ് ആഘോഷം റദ്ദാക്കിയതിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ച് രാജ്യത്ത് ക്രിസ്മസ് കരോളിനെ പോലും വർഗീയവൽക്കരിച്ച് കടന്നാക്രമണം നടക്കുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അത് കേരളത്തിലേക്കും വ്യാപിക്കുകയാണ്. മതനിരപേക്ഷ ആഘോഷങ്ങൾ പങ്കുചേരുകയാണ് കടമയാണ് CPM നിർവഹിക്കുന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കേരളത്തോട് കേന്ദ്രം മനഃപൂർവ്വമായ അവഗണന കാണിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മൂലധന ചെലവിനായി കേരളം നടത്തുന്ന ഉദ്യമങ്ങളെ തുരങ്കം വയ്ക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷമായി കണ്ടുവരുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിലേറ്റവും പ്രധാന കിഫ്ബി വായ്പകളെ സംസ്ഥാന വായ്പയായി പരിഗണിച്ചുകൊണ്ട് 2021-22 മുതൽ മുൻകാല പ്രാബല്യത്തോടെ കേരളത്തിൻ്റെ കമ്പോള വായ്പാ പരിധി വെട്ടിക്കുറിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ലഭിക്കാനുള്ള 10,000 കോടി കേന്ദ്രം വെട്ടിക്കുറിച്ച ധനമന്ത്രി KN ബാലഗോപാൽ കേരളത്തെ മാത്രം ശ്വാസം മുട്ടിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്നും ഇങ്ങനെ ശ്വാസം മുട്ടിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ചെയ്ത പാതകമെന്തെന്ന് ദില്ലിയിലെത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കണ്ട ബാലഗോപാൽ ചോദിച്ചു. കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറിച്ച നടപടിയിൽ പുനഃപരിശോധന വേണമെന്ന് കേന്ദ്ര ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായും ബാലഗോപാൽ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിച്ചല്ലെന്നും തിരുത്തൽ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെള്ളാപ്പള്ളി നടേശൻ കാറിൽ കയറിയത് മഹാ അപരാധമായി ചിലർ ചിത്രീകരിക്കുന്നുവെന്നും പമ്പയിൽ പരിപാടി നടക്കുമ്പോൾ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് അപരാധം അല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളെ തള്ളാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. VC നിയമനത്തിൽ ഗവർണറുമായി ഒത്തുതീർപ്പുണ്ടായ സാഹചര്യം വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ തന്നെ ഫോണിൽ വിളിച്ച് ചർച്ച വേണമെന്ന് ആവശ്യം ഉന്നയിച്ചു. സമവായ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഗവർണറാണ്. സർവകലാശാലയിൽ ശാന്തമായ അന്തരീക്ഷം ആഗ്രഹിച്ചാണ് ഇത്തരം നടപടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒറ്റപ്പാലം ലക്കിടിയിൽ CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗത്തെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ CPM പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ലക്കിടി ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് മുൻ അംഗവുമായ അനിൽകുമാർ CAT, തൊഴിലാളി വിജിദാസ് പ്രിൻസ് എന്നിവരാണ് പിടിയിലായത്. ലക്കിടി തെക്കും ചോറോട് സ്വദേശിയും പാർട്ടി അംഗവുമായ സുരേന്ദ്രൻ ആക്രമിക്കപ്പെട്ട കേസിലാണ് അറസ്റ്റ്. വിവാദമായ പോറ്റിയെ KTA എന്ന പാരഡി പാട്ടിൽ പോലീസ് കേസെടുത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസ് സർക്കാരിൻ്റെ നയമല്ലെന്നും പരാതിയിൽ പോലീസ് കേസെടുത്ത് സ്വാഭാവിക നടപടി മാത്രമെന്നും പിണറായി പറഞ്ഞു. കേസിൻ്റെ വഴിക്ക് പോകുമെന്നും സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ കൃത്യമായ നയമുണ്ടെന്നും ആ നയം ഇതുപോലുള്ള കാര്യങ്ങളെ കേസ് കൊണ്ട് നേരിടുക എന്നതല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൊച്ചി മേയർ തർക്കത്തിലെ പിന്നാലെ തൃശ്ശൂരിലും മേയർ സ്ഥാനത്തെ ചൊല്ലി തർക്കം. ലാലി ജെയിംസിനും ഡോക്ടർ നിജി ജസ്റ്റിനുമായാണ് തർക്കം ഉടലെടുത്തത്. ലാലി ജെയിംസ് മേയർ ആവണമെന്ന് ഒരു കൂട്ടം കൗൺസിലർ ആവശ്യപ്പെട്ടപ്പോൾ ഡോക്ടർ നിജി ജസ്റ്റിനായി കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടു. വിഷയം പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ വോട്ടിടാനും സമ്മർദ്ദമുണ്ട്. കൊച്ചി കോർപ്പറേഷനിലെ മുസ്ലിം ലീഗ് ഡെപ്യൂട്ടി മേയർ അവകാശവാദം തള്ളി. എറണാകുളം DCC KPCയിൽ നിന്ന് അത്തരം ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ലെന്ന് DCC അധ്യക്ഷൻ അറിയിച്ചു. ഡെപ്യൂട്ടി മേയർ സ്ഥാനം പങ്കിടാൻ ധാരണ ഇല്ലെന്നും വിശദീകരണം കോർപ്പറേഷനിൽ 1 വർഷം ഡെപ്യൂട്ടി മേയർ പദവി ഉറപ്പാക്കിയതായി ലീഗ് അറിയിച്ചിരുന്നു. ഈ അവകാശവാദങ്ങളാണ് ഇപ്പോൾ എറണാകുളം DCC തള്ളിയിരിക്കുന്നത്. കണ്ണമൂല വാർഡിൽ നിന്ന് സ്വതന്ത്രമായി മത്സരിച്ച് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പാറ്റൂർ രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഫേസ്ബുക്കിലൂടെ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇക്കാര്യം അറിയിച്ചത്. രാധാകൃഷ്ണനുമൊത്തുള്ള ചിത്രവും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്.
പാലക്കാട് വാളയാർ ആൾക്കൂട്ടത്തിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണൻ്റെ കുടുംബത്തിന് സർക്കാർ സഹായം പ്രഖ്യാപിച്ചു. 30 ലക്ഷം രൂപ സഹായം നൽകാനാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണൻ കള്ളനെന്നാരോപിച്ച ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. പാലക്കാട് പട്ടാമ്പിൽ യാത്രക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളി ട്രെയിനിൽ നിന്ന് വീണു. പള്ളിപ്പുറം പട്ടാമ്പി സ്റ്റേഷനിടയിലുള്ള ഉരുളാൻപടി എന്ന സ്ഥലത്ത് വെച്ചാണ് തൊഴിലാളി തെറിച്ചു വീണത്. ട്രോമ കെയർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ശിക്ഷ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് 2ാം പ്രതി മാർട്ടിൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. നടിയെ ആക്രമിച്ച വാഹനത്തിൽ താനുണ്ടായിരുന്നില്ലെന്നും 1ാം പ്രതിയെ പൾസസുനിയുമായി ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും മാത്രമാണ് തനിക്കെതിരെ കുറ്റമെന്നും മാർട്ടിൻ ഹർജിയിൽ പറയുന്നു. സമാന ആരോപണം ഉണ്ടായിട്ടും 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടുവെന്നും ദിലീപിനെ വെറുതെ വിട്ട അതേ ആനുകൂല്യം തനിക്കും ലഭിക്കണമെന്നും മാർട്ടിൻ ഹർജിയിൽ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷവും കേരളത്തിൽ CPM കോൺഗ്രസിന് രാജ്യവിരുദ്ധ മനോഭാവം തുടരുകയാണെന്ന് BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി. തിരുവനന്തപുരത്ത് വിജയിച്ച ഇടത് കൗൺസിലർ അഖില GSന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൈബർ ആക്രമണം നേരിട്ടു. അവർക്ക് മാപ്പ് പറയേണ്ടി വന്നു. ഇത്തരം മാനസികാവസ്ഥയെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയണമെന്നും BJP വലിയ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം നേടുമെന്നും അനിൽ ആന്റണി ദില്ലിയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP നേതാക്കളും ഇന്ന് ഡൽഹിയിലെ ദേവാലയങ്ങൾ സന്ദർശിക്കും. CNI ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിലാണ് മോദിയുടെ സന്ദർശനം. രാവിലെ 8:30 പ്രാർത്ഥന ചടങ്ങ് നടക്കുന്ന സമയത്താണ് മോദി പള്ളിയിൽ എത്തുക. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ ഒപ്പമുണ്ടാകും. BJP ദേശീയ അധ്യക്ഷൻ ദില്ലിയിലെ ന്യൂ ദില്ലി ചാപ്പലിലെ ക്രിസ്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ ക്രൈസ്തവർക്കൊപ്പം പങ്കെടുക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.